എൻ്റെ ഇലക്ട്രിക് ബൈക്കിൻ്റെ പിൻവശത്തെ ടയർ മാറുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഇലക്ട്രിക് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടയർ മാറുന്ന കാര്യങ്ങളൊക്കെ ഇച്ചിരി പണിയുള്ള കാര്യങ്ങളാണ്, ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഒന്നും അത് ചെയ്യത്തില്ല. വണ്ടിക്ക് വരുന്നത് MRFൻ്റെ ടയറുകളാണ്. ബാക്കിലെ ടയർ കുറച്ച് വലിപ്പമുള്ള ടയറാണ്, അത് വീഡിയോയിൽ കണ്ടാൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ ടയർ മാറാനായിട്ട് ഞാൻ എറണാകുളത്ത് ഒക്കെ അന്വേഷിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ തൊട്ടടുത്ത് തന്നെ തൊടുപുഴയിൽ ഒരു കടയുണ്ടെന്ന്. ഞാൻ മുൻവശത്തെ ടയറും ഇവിടുന്ന് തന്നെയാണ് മാറിയത്. ഇവിടെ തന്നെ അന്ന് തന്നെ ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്ത് ടയർ മാറുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഒരു സെൻട്രൽ സ്റ്റാൻഡ് പോലൊരു സംവിധാനമുണ്ട്. അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് അത് ടയർ അഴിക്കുന്നത്. ഫ്രണ്ടിലേക്ക് ഉരുണ്ടു പോകാതിരിക്കേണ്ട ഫ്രണ്ടിലൊരു മുൻവശത്തൊരു തടയും വെച്ചിട്ടാണ് ടയർ അഴിച്ചത്. ടയർ അഴിച്ച് അവരെടുത്ത് കഴിഞ്ഞു. അപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞില്ല, ഇത് ബെൽറ്റാണ്. അത് ബെൽറ്റ് കാണാൻ പറ്റും വീഡിയോയിൽ, അത് അഴക്കി കിടപ്പുണ്ട്. അപ്പോൾ ഈ ബെൽറ്റ് ആയതുകൊണ്ട് അത് അഴിച്ച് മാറുക എന്നുള്ളത് ഒരു കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം എല്ലാവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഞാൻ നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ടയർ മാറിയിട്ടുണ്ട്. ഞാൻ ഒരു തവണ പോയപ്പോഴത്തേക്കും മാറാൻ പരിചയമുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആളില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് എനിക്ക് ടയർ മാറാൻ പറ്റിയില്ല. പിന്നീട് രണ്ടാമത് ചെന്നിട്ടാണ് ടയർ മാറുന്നത്. എനിക്ക് ഏതാണ്ട് 30,000 അല്ല 27,000 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. ഞാൻ ഏറ്റവും അവസാനം അത് ഉൾപ്പെടുത്താം വീഡിയോയിൽ, എത്ര കിലോമീറ്ററാണ് ടയർ മാറിയെന്നുള്ളത്. ആ കിലോമീറ്റർ ആയ സമയത്താണ് ടയർ മാറുന്നത്. ടയർ വെട്ടിത്തേയോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എങ്കിലും നടുക്ക് ഭാഗം എല്ലാം തേഞ്ഞ് ഏതാണ്ട് തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി എറണാകുളമൊക്കെ പോകേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ടയർ മാറിയേക്കാമെന്ന് വിചാരിച്ചു. ട്യൂബ്ലെസ് ടയറാണ്. അവർ ടയർ കയറ്റി ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതെല്ലാം മെഷീൻ സംവിധാനത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം എയർ അടിച്ച് ചെക്ക് ചെയ്ത ശേഷം നേരെ നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റി അതവർ ഫിക്സ് ചെയ്ത് തരുവാണ്. ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് ബെൽറ്റിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ബെൽറ്റ് കൃത്യമായിട്ടത് പിടിച്ചിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ബെൽറ്റ് പൊട്ടാൻ കാരണമാകും. രണ്ടാമത് അവർ നമ്മുടെ ഈ പുറകു വശത്തു നിന്ന് ചെളി അടിക്കാതിരിക്കാനായിട്ട് ഞാനൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കറക്റ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞതനുസരിച്ച് തന്നെ അവർ റെഡിയാക്കി തന്നിട്ടുണ്ട്. അതും സന്തോഷം. എയറൊക്കെ അവർ ഇച്ചിരി കൂട്ടിയാണ് ആദ്യഘട്ടത്തിൽ അടിച്ചു തന്നത്. കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരുടെ കൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരാൾക്ക് തന്നെ ചെയ്യാൻ പാടാണ്. രണ്ടുപേരുടെ ഹെൽപ്പോടു കൂടിയാണ് അതിൻ്റെ പ്രവൃത്തിയൊക്കെ നടത്തിയത്. എന്തായാലും വണ്ടി പിന്നീട് ഞാൻ കുറച്ച് ദൂരം ഓടിച്ചൊക്കെ നോക്കിയിട്ടൊന്നും കുഴപ്പമുണ്ടായില്ല, നന്നായിരുന്നു. ടയറാണെങ്കിലും മാറിയപ്പം വണ്ടിക്ക് ഇച്ചിരി ഹൈറ്റ് കൂടിയോലെയും കുറച്ച് ഓടിക്കാനൊക്കെ കുറച്ച് കംഫോർട്ട് കൂടിയോലൊക്കെ തോന്നുന്നുണ്ട്. 2,500 രൂപയാണ് കേട്ടോ ഈ ടയറിന് വിലയായത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ബാൽ ട്യൂബ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സൈക്കിളിലേക്ക് ബാൽ ട്യൂബ് എന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ടയർ എയർ നമ്മൾ അടിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതും കൂടെ ഒരു മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ പൈസയും കൂടി ആയി 2,600 രൂപയോളം എനിക്ക് മൊത്തം അവിടെ ചിലവ് വന്നു. ശേഷം അവരെല്ലാം അയച്ച് എല്ലാം റെഡിയാക്കി വണ്ടി സൈഡ് സ്റ്റാൻഡിൽ വെച്ച് തന്നു. ഞാൻ വണ്ടി എടുത്തൊന്ന് ഓടിച്ചൊക്കെ നോക്കി പൈസ കൊടുത്തിട്ട് അവിടുന്ന് എറണാകുളത്തിന് പോകാനുണ്ടായിരുന്നു. നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. എന്തായാലും നമുക്കിത്ര അടുത്ത് തൊടുപുഴ എവിടെയാണ് ഈ ഷോറൂം അല്ലെങ്കിൽ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അച്ചൻകവലയ്ക്ക് അടുത്താണ്. MRFൻ്റെ ഫ്രാഞ്ചൈസിയാണ് അവർ. അച്ചൻകവലയാണ് സ്ഥലം വരുന്നത്. നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിയിൽ വലതുവശത്താണ്. അപ്പോൾ റിവോൾട്ട് ബൈക്ക് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് മുൻവശത്തെയും പിൻവശത്തെയും ടയർ മാറാം. മുൻവശത്തെ ടയർ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ടയറിനേക്കാളും തൊട്ട് ചെറിയ ടയറാണ്, എങ്കിലും നമുക്കത് ഉപയോഗിക്കാം. ഞാൻ ആ ടയറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നന്ദി.